കൊച്ചി നഗരത്തിൽ യുവതിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികളെ ഒരുമിച്ച് ചോദ്യം ചെയ്യും. ഇന്നലെ പിടിയിലായ അരൂർ സ്വദേശി സഞ്ജയെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അർച്ചന വിനോദ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർച്ചന, ആര്യ, നിലവിൽ കേസിലെ 3 പ്രതികളെയും പോലീസ് പിടികൂടിയിരിക്കുകയാണ്. 3 ക്രിമിനൽ കുറ്റവാളികളാണ്. മുൻപേയും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഇവർ എന്തിന് ഈ ആൾതാമസമില്ലാത്ത ഈ ഹോട്ടലിലെത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മദ്യപിക്കാൻ മാത്രമല്ല, അവിടെ മറ്റു തരത്തിലുള്ള എന്തൊക്കെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ 3 പേരെയും ഒരുമിച്ചിരുത്തിയായിരിക്കും ചോദ്യം ചെയ്യുക. ഇന്നലെ അരൂർ സ്വദേശിയായ സഞ്ജയിനെ പോലീസ് പിടികൂടുകയുണ്ടായി. അയാൾ ഈ സംഭവം നടക്കുമ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ഒരു ആൾതാമസമില്ലാത്ത ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഈ പ്രതിയെയും പിടികൂടിയത്. കൊല്ലം സ്വദേശി രാഹുൽ, തിരുവനന്തപുരം സ്വദേശി ഡാനിഷ് എന്നിവരാണ് മറ്റ് പ്രതികൾ. ഇവരെ 3 പേരെയുമാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. അതേസമയം കേസെടുത്ത പ്രതികൾക്കെതിരെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയായിരിക്കും ചെയ്യുക. കഴിഞ്ഞ ദിവസമാണ് രാത്രി 9 മണിക്ക് പെൺകുട്ടിയെയും സുഹൃത്തിനെയും ഇത്തരത്തിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയത്. പെൺകുട്ടിയെ കത്തി കാണിച്ച് പീഡിപ്പിക്കാൻ ശ്രമമുണ്ടായി. അതിനിടെയാണ് പെൺകുട്ടി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത്. അത്തരത്തിൽ മഴ പെയ്തപ്പോൾ ഈ ആൾതാമസമില്ലാത്ത ഹോട്ടലിൽ കയറി നിൽക്കുകയായിരുന്നു ഇരുവരും. അതിനിടെയാണ് ഇത്തരത്തിൽ ഇവർ മദ്യപിക്കാൻ എത്തിയ സംഘം ഇവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതിനിടെ പെൺകുട്ടി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു, പെൺകുട്ടിയും സുഹൃത്തും. അതിനുശേഷം പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തിയപ്പോഴേക്കും 2 പേർ പിടിയിലാകുകയും ഒരാൾ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. പിന്നീട് വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് 3ാമത്തെ ആളെയും പിടികൂടിയത്. എന്തായാലും ഇവർക്ക് മറ്റിടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഈ ലഹരി ഇടപാടുകൾ ഉണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 പേരെയും ഒരുമിച്ചിരുത്തി വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശരി, നിലവിൽ 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അർച്ചന വിനോദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.